യുധിഷ്ഠിരൻ പടയോടുകൂടി പോരിന് വന്ന് കുരുക്ഷേത്രത്തിൽ വാസുദേവന്റെ രക്ഷയിൽ പാർക്കുമ്പോൾ മക്കളോടുകൂടി വിരാടനും ദ്രുപദനും കേകയന്മാരും വൃഷ്ണികളും മറ്റ് അനേകായിരം രാജാക്കന്മാരും യുധിഷ്ഠിരനോടുകൂടി കണ്ടു. വാനോരുടെ മധ്യത്തിൽ ഇന്ദ്രൻ എന്ന പോലെ ആ മഹാശക്തൻ യുധിഷ്ഠിരൻ ശോഭിച്ചു. ഈ വിവരമറിഞ്ഞ ദുര്യോധന രാജാവ് കർണനോടും ദുശാസനനോടും ശകുനിയോടും ഇപ്രകാരം പറഞ്ഞു. കാര്യം ഫലിക്കാതെ പാർത്ഥന്മാരുടെ അടുക്കലേക്ക് കൃഷ്ണൻ പോയി. അവൻ ഈ നമ്മളെയൊക്കെ കോപം കൊണ്ട് തന്നെ ദഹിപ്പിച്ചു കളയും. കൃഷ്ണൻ ഇഷ്ടം പാണ്ഡവന്മാരും ഞാനുമായുള്ള യുദ്ധം നടക്കണമെന്ന് ആകുന്നു. ഭീമാർജുനന്മാരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ തന്നെ മാനിച്ചു നിൽക്കുന്നവർ ആകുന്നു. അജാതശത്രുവാണെങ്കിലും മിക്കവാറും ഭീമന്റെ പാട്ടിലാണ് താനും. ഞാൻ മുൻപേ സഹോദരന്മാരോടുകൂടി അവനെ ഉപദ്രവിച്ചിട്ടും ഉണ്ടല്ലോ. പിന്നെ വിരാടനും ദ്രുപദനും എന്നോട് പകയുള്ളവരും ആകുന്നു. അവർ സേനാനായകന്മാർ ആകുന്നു. കൃഷ്ണന്റെ പാട്ടിലാകുന്നു അവരും. ഈ യുദ്ധം ബഹളമാകും, രോമഹർഷമായി തീരും. അതുകൊണ്ട് മടി കൂടാതെ എൻ്റെ പടയ്ക്കുള്ള കോപ്പുകൾ ഒരുക്കുക. കുരുക്ഷേത്രത്തിൽ കൈനിലകൾ പണിയുക. വേണ്ടുവോളം വികാസത്തിൽ പണിയിക്കണം. ശത്രുക്കൾക്ക് പിടിക്കുവാൻ പറ്റാത്തതായിരിക്കണം അത്. നദീതീരത്ത് 100ഉം 1000ഉം പടക്കൊട്ടിലുകൾ തീർക്കണം. അതായത് ശിബിരങ്ങൾ പണിയണം. സമാനമായ മാർഗം തടയാതെ ഉയർത്തിക്കെട്ടണം. പല ആയുധങ്ങളും കൊടികളും കൊടിമരങ്ങളും ചേർന്ന് കൈനിലങ്ങൾ ഭംഗിയായി പണിയണം. നഗരം, കൊട്ട, നിരത്ത് ഇവയെല്ലാം അവിടെ നിർമ്മിക്കണം. ഉടനെ തന്നെ ഇന്നോ നാളെയോ ഭേരിക്കുട്ടി അറിയിക്കണം ഏവരെയും. ദുര്യോധന രാജാവ് ഇപ്രകാരം പറയുന്നത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്രകാരം തന്നെ പിറ്റേന്നാൾ ദ്രുതഗതിയിൽ എല്ലാം പണിതീർപ്പിച്ചു. സന്തോഷത്തോടുകൂടി രാജാക്കന്മാർക്ക് പാർക്കുവാൻ പടകുടീരത്തിൽ തയ്യാർ ചെയ്തു. രാജശാസനം കേട്ട് അവരെല്ലാം അമർഷത്തോടെ എഴുന്നേറ്റ് അകിലും ചന്ദനവും അരച്ചു പുരട്ടിയതും സ്വർണ്ണ കേയൂരങ്ങൾ ഇട്ടതും താമരപ്പൂ വെക്കുന്നതുമായ കയ്യിൽ ആ തലപ്പാവ് എടുത്ത് ഭൂഷണങ്ങൾ അണിഞ്ഞ് തേരും തേരാളികളും അശ്വങ്ങളും അശ്വഗോവിന്ദന്മാരും ആനപ്പുറത്തിരുന്ന് ശീലിച്ചവരും ആനകളും പൊന്നണിഞ്ഞ് വിചിത്രമായ ചട്ടകളണിഞ്ഞ് പലമാതിരി ശസ്ത്രങ്ങളും എല്ലാമായി തയ്യാറായി. കാലാൾപ്പടയും നാനാവിധം ശസ്ത്രങ്ങളും വിചിത്ര ആഭരണങ്ങളും അസംഖ്യം യോദ്ധാക്കൾ ധരിച്ചു. മഹോത്സവം എന്ന പോലെ ധാർതരാഷ്ട്രൻ നഗരം വിട്ട് ഇളകി തുടങ്ങി. ആൾക്കൂട്ടമാകുന്ന ചുഴിയോട് ആന, തേർ, അശ്വം എന്നിവയാകുന്നവ ഒഴുകി തുടങ്ങി. നല്ല ശസ്ത്രങ്ങളാകുന്ന നുരയോടും തട്ടുമാടങ്ങളാകുന്ന കുന്നുകളോടും കുരുരാജ്യ സൈന്യമാകുന്ന മഹാസമുദ്രം ചന്ദ്രോദയത്തിൽ അലയടിച്ച് ഏറ്റം കൊള്ളുന്ന കടൽ എന്ന പോലെ അവിടെ കാണപ്പെട്ടു. അങ്ങനെ ദുര്യോധനന്റെ സൈന്യവും ഹസ്തിനാപുരത്തിൽ നിന്നും കുരുക്ഷേത്ര യുദ്ധത്തിനായി കുരുക്ഷേത്ര മണ്ണിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.